ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്, ഈ ഒരു വീഡിയോയ്ക്ക് അഭിപ്രായങ്ങൾ വളരെയധികം പ്രാധാന്യം ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം നൂറ്റാണ്ടുകൾ മുമ്പ് എൻ്റെ അച്ഛൻ്റെ കാലത്ത് വന്ന ടാപ്സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ടാപ്സാപ്പ് നമുക്ക് ഇന്ന് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ടോക്കൺ അലോക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇത് എവിടെയാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് കാണാൻ പറ്റും. ഇനി അതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ ഇതിന് എത്രത്തോളം പ്രൈസ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ എത്രത്തോളം ടോക്കൺസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ വന്ന് പറയാം. എനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് വരുമ്പോൾ ഇവൻ്റെ അനൗൺസ്മെൻറ്റ് പേജിൽ ഒരു മാങ്ങാത്തോലിയും അവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്ത് പോവാം, നേരെ ഇവൻ്റെ ട്വിറ്റർ പേജിലേക്ക് പോവാം. അപ്പോൾ ട്വിറ്റർ പേജ് എടുക്കുന്നുണ്ട്. ട്വിറ്റർ പേജിൽ അവർ റീസെൻ്റ്ലി എന്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്ത് കാണാൻ പറ്റും, നമ്മുടെ ടോക്കൺ അലോക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഏതിലാണ് ഇത് ലിസ്റ്റ് ആയിരിക്കുന്നത്, ഏത് നെറ്റ്വർക്കിലാണ് ലിസ്റ്റ് ആയിരിക്കുന്നത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ബിനാൻസിലാണ്, ബിനാൻസ് സ്മാർട്ട് ചെയിനിലാണ് നമ്മുടെ ഈ ഒരു ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ കണ്ണിക്കണ്ട റിയാക്ഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിനോടുള്ള അത്രത്തോളം ഒരു ഇതാണ്. അപ്പോൾ ആൾറെഡി പിന്നെ നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ഇല്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഡിസപ്പോയിൻമെൻ്റ് ആവുന്നതൊക്കെ നമ്മൾ എന്തായാലും സിഗ്മയൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് നേരെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ടാപ്സ് വിൽ ബി ലോഞ്ചിങ് ഓൺ BNB ചെയിൻ, ദാറ്റ്സ് ഒഫീഷ്യൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ഈസ് ദ ത്രെഡ് ഓഫ് വൈ ദിസ് ഗെയിം ഈസ് ചേഞ്ച് ടു ടാപ്സാപ്പ് ആൻഡ് ഫ്യൂച്ചർ ടാപ്സ് ഹോൾഡേഴ്സ്. അങ്ങനെയുള്ള കുറേ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അപവാദങ്ങളൊക്കെ അവരവിടെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും അവൻ്റെ റീസെൻ്റ് അപ്ഡേറ്റും കൂടി ഒന്ന് വായിച്ചിട്ട് എനിക്ക് എത്രത്തോളം ടോക്കൺസ് ആണെന്ന് നോക്കാം. അപ്പോൾ ആൾ ടാപ്സാപ്പ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഹാവ് ജസ്റ്റ് റിസീവ്ഡ് 10 ടിക്കറ്റ് ഇൻ ദ ടാപ്സാപ്പ് മിനി ആപ്പ്. ദീസ് ടിക്കറ്റ്സ് ആർ യു ഫ്രീ എൻട്രി ടു ദ ബിഗ് ഗെയിം ഹാപ്പനിങ് ഇൻ ദ ലോഞ്ച് ഓഫ് അവർ സ്കിൽ ബേസ്ഡ് ഓൺ ഗെയിം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കളിച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ 10 ടിക്കറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ 1 മില്യൺ പ്രൈസ് പൂൾ ഫോർ ദ വിന്നർ ഫോർ ദ എപ്പിക് കോമ്പറ്റീഷൻ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ ഡിഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ടാപ്സാപ്പ് ആപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അവർ പറയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, നോ വറീസ്, യു സ്റ്റിൽ ഹാവ് ദ ചാൻസ് ടു ബൈ ടിക്കറ്റ് ആൻഡ് ജോയിൻ ദ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഈ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അവൻ്റെ ഗെയിം കളിക്കാം എന്നുള്ളൊരു ഓപ്ഷനും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ടാപ്സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ടാപ്സാപ്പ് പഴയ നിങ്ങൾ സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ബോട്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് ഈ ഇതിൽ ബോട്ടിൽ ഇവൻ്റെ കമ്മ്യൂണിറ്റി പേജിലെന്ന് വന്നിട്ട് അവൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇതിൽ പ്ലേ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇത് കുറേ ഒരു സമയം ലോഡിങ്ങും അങ്ങനെയുള്ള സമയമൊക്കെ ആയിരുന്നു. ഇത്ര നേരം എല്ലാവരും നല്ല ബഗ്ഗൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിവിടെ അവർ പറഞ്ഞ പോലെ തന്നെ ഈ 10 എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഡയമണ്ട് 129 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ വാലറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വി ആർ സോറി ബട്ട് യുവർ ആക്ടിവിറ്റി ഇൻ ദ ഗെയിം വാസ് ടു ലോ ടു ക്വാളിഫൈ ദ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ഇത് ഒരുപാട് കളിച്ചിട്ടില്ല, എന്നാലും ഒരു 10 5 എന്തെങ്കിലും ഒരു ചില്ലറെങ്കിലും എനിക്ക് തരായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ എപ്പോൾ തൊട്ട് കളിക്കാൻ തുടങ്ങിയതാണ്, ഈ ഹാംസ്റ്റർ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയ പ്രൊജക്റ്റാണ്. ഹൗ എവർ യു റിസീവ് 10 ടിക്കറ്റ് യുവർ എൻട്രി ടു ബിഗ് ഗെയിം ടു ലോഞ്ച് അവർ Web3 സ്കിൽ ഗെയിം പ്ലാറ്റ്ഫോം, ദ പ്രൈസ് പൂൾ വിൽ ബി ഇൻക്രെഡിബിൾ 1 മില്യൺ എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ. ഇതിൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അവർ ഇത്രത്തോളം ആൾക്കാർക്ക് ആകെ കിട്ടിയിട്ടുള്ള ടോക്കൺസ് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തുതരാം, നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആ കാര്യമൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ബിനാൻസ് സ്മാർട്ട് ചെയിനിലാണ് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇല്ലെങ്കിൽ ഏറ്റവും കുറവ് പൈസ കൊടുത്ത് ഒരു കോയിൻ ഇറക്കാൻ പറ്റുന്ന 2-3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളൂ. അപ്പോൾ അതിലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ബിനാൻസ് സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ സോൾ എന്ന് പറയുന്നതും അങ്ങനെയുള്ള കുറച്ച് ഈ പോളിഗൺ എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്മാർട്ട് ചെയിനിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താണ് പൈസ വളരെ കുറച്ചിട്ട് അവിടെ ടോക്കൺസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ അവൻ്റെ ടോക്കൺ കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂഞ്ചിക്കാനുള്ള എല്ലാ പരിപാടിയും അവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും മൂഞ്ചിച്ചിട്ടുണ്ട്. എൻ്റെ ഈ അക്കൗണ്ടിലും എനിക്കൊന്നുമില്ല, എൻ്റെ വേറെ അക്കൗണ്ടിലും ഞാൻ നല്ലോണം ടാപ്പ് ചെയ്ത അക്കൗണ്ടിലും ഒന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ ഇതിലൊക്കെ എലിജിബിൾ ആയിട്ട് കിട്ടിയ ആൾക്കാർക്ക് 30, 100, 200, 400 പറയുന്നത് വളരെയധികം നല്ലോണം രീതിയിൽ ഇത് നല്ല ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കളിച്ച ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ
400 ടോക്കൺ കിട്ടുക. അപ്പോൾ നമുക്കിത് എവിടെയാണ് ലിസ്റ്റ് ആവാൻ പോകും ചോദിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഈ ബിറ്റ്ഗെറ്റ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റ്ഗെറ്റിൽ നമ്മുടെ ടാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ഫണ്ടിന് എടുത്ത് കൊടുക്കുക നോക്കുക, അല്ലെങ്കിൽ സ്പോട്ടിൽ അവിടെ പോയി സെർച്ച് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്കിത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് വല്ല ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു പറഞ്ഞാൽ നിങ്ങൾ നേരെ ബിറ്റ്ഗെറ്റിലേക്ക് വരിക, ആഡ് ഫണ്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ ഈ സെർച്ചിൻ്റെ അവിടെ ടാപ്സ് എന്ന് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാപ്സ് ടോക്കണിൻ്റെ അഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ബിനാൻസിൻ്റെ അഡ്രസ്സ് തന്നെയാണ് ഈ ടാപ്സിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബിനാൻസ് BEP20 ബിനാൻസ് സ്മാർട്ട് ചെയിനിലാണ് നമുക്ക് ഈ ടാപ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 0.33 ടാപ്സ് ആണ് നമ്മുടെ ഒരു കൺഫർമേഷൻകാർ പറയും. അത് എത്രത്തോളം ചെയ്താലും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും. ഇനി ഞാൻ എന്ത് കാണിച്ചു തരാം, ഇതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൽ, ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫീ നമുക്ക് കാണാൻ പറ്റും. 23 ടാപ്പ് അവർ പിടിക്കും എന്നുള്ളൊരു ഫീ നമുക്ക് കാണാൻ പറ്റും. ആ 23 ടാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ എത്രയാണെന്ന് ചോദിച്ചാൽ 0.7 USD ആണ്. അപ്പോൾ 0.7 USD എന്ന് പറഞ്ഞാൽ അപ്പോൾ 23 എത്ര 0.7 ആണെങ്കിൽ ഒരു ടാപ്പ് എത്രയാണെന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.0304 എന്ന് പറഞ്ഞൊരു വാല്യൂനാണ്. നല്ലൊരു വാല്യൂ ഒക്കെയാണ് ഇങ്ങനെ കാണുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോക്കൺ അലോക്കേഷൻ നല്ലതാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ താഴെ വന്ന് കമൻറ്റ് സെക്ഷനിലും പറ. ഇവിടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പാതി പേരും എന്ത് പറഞ്ഞിട്ടായിരിക്കും കാണാം, ഞങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടിയെന്ന് പറയാം. ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൾമോസ്റ്റ് ഒരു ആൾമോസ്റ്റ് ഒരു പ്രോഫിറ്റ് ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 105 ടാപ്പാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇൻറ്റു 0. അവരെത്രയാണ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ, 0.0304 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറും $4 കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രൊജക്റ്റിന് അത്രത്തോളം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 400 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു $12 കിട്ടും. നിങ്ങൾക്ക് അവിടെ ഒരു 500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു $15 കിട്ടും. അപ്പോൾ ഇത് വന്ന ഉടനെ ആൾക്കാരൊക്കെ സെല് ചെയ്യും. അപ്പോൾ ഇതിനേക്കാളും ഡംപാവും. ഈ ഒരു വാല്യൂലൊക്കെ ലിസ്റ്റ് ആവുമെന്ന് ദൈവത്തിനറിയാം. ഇതിനേക്കാളും വാല്യൂ കുറഞ്ഞിട്ടായിരിക്കും മേ ബി ലിസ്റ്റ് ആവുക. അപ്പോൾ എല്ലാവരും നേരെ എന്ത് ചെയ്യുക, ഇവിടെ നേരെ ഈ ഒരു ടാപ്സ് ആപ്പിലേക്ക് വരിക, എന്നിട്ട് ആ ഡ്രോപ്പ് സെഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാലാണ് എനിക്ക് ഇത്തിരി സമാധാനം ഉണ്ടാവും. ഈ പ്രൊജക്റ്റ് ഞാൻ കളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രൊജക്റ്റിന് ഞാൻ കുറേ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ഡിസപ്പോയിൻമെൻറ്റ് ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് നല്ല രീതിയിൽ തന്നെ ടോക്കൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ടെലിഗ്രാം ചാനലിൽ ഒന്ന് കയറി എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ലൂട്ട്സിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ വീഡിയോ ഇട്ടതിൻ്റെ വീഡിയോ ഇട്ട ആൾക്കാർക്ക് തന്നെ ഇന്ന് 160 2 3 4 5 6 ആൾക്ക് 160 രൂപയും ഒരാൾക്ക് അപ്സ്റ്റോക്സിൻ്റെ 100 രൂപയും കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് കയറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് UPI കൊടുക്കേണ്ടി വരും. UPI കൊടുത്തു പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വേറെ ഒരു ലിങ്കോ എക്സ്ട്രാ സൈറ്റ് ഒന്നും പോകണില്ല. ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറാണ് പോവുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്നൊരു ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ ഒരു അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ നല്ല രീതിയിൽ തന്നെ പൈസ കിട്ടും. ഞാനത് കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരാൾ കയറി എന്ന് പറഞ്ഞാലാണ് എനിക്ക് കിട്ടുക. എനിക്കിപ്പോൾ ഇവിടെ ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ 4 മണിക്ക് ഒരാൾ കയറിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഒരാൾ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ക്യാഷ് ഫ്രീയും ഒരു ബൾക്ക് പേ എന്ന് പറഞ്ഞാലും കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ കയറാം. ഈ എയർടെലിൻ്റെ മാത്രം എന്ത് ചെയ്യുക, അപ്പോൾ ചെയ്യേണ്ട 1 രൂപയല്ല, അപ്പോൾ 100 രൂപ ഡെപ്പോസിറ്റ് ചോദിക്കുന്നത് പറഞ്ഞു. അപ്സ്റ്റോക്സ് ചെയ്തോ ഇപ്പോൾ തന്നെ കിട്ടും. പിന്നെ ലെമൺ ഫണ്ട് ഒരു 50 രൂപൻ്റെ ഉണ്ട്, അത് ചെയ്തോ, അതും ഇപ്പോൾ തന്നെ കിട്ടും. അതേപോലെ തന്നെ പേടിഎം മണിയും അതേപോലെ തന്നെ ഈ ഒരു ബജാജിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ഏതിനും ഒരു കോസ്റ്റൊന്നുമില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺ ആണുള്ളത് താഴെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞുതരാം. വളരെയധികം എന്ത് ചെയ്യുക, അവരുടെ ട്വിറ്റർ പേജിലും കണ്ട അവിടെയൊക്കെ പോയിട്ട് തെറി വിളിക്കാൻ മാക്സിമം പറ്റുകയാണെങ്കിൽ വിളിച്ചോ. ആൾറെഡി അവർ കേട്ടുകൊണ്ട് അവർക്ക് അതിനൊന്നും ഒരു എന്താ പറയുക, ഒരു നല്ല തൊലിക്കെട്ടിയാണ്. അപ്പോൾ പിന്നെ ഇത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊന്നും കളിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.